അന്ന് പെയ്ത മഴയിൽ ഭാഗം 5. മുകളിലെ ഹാൾമുറിയിലെ ഊഞ്ഞാലിലിരുന്ന് ഓരോന്നോർത്ത് ചിരിക്കുകയായിരുന്നു നീതു. അങ്ങനെ ആ മോഹം പോവാണിക്കാൻ പോവുകയാണ്. അമ്പാട്ട് തറവാട്ടിലെ ഡോക്ടർ അർജുൻ അനന്തൻ ഇനി മുതൽ തനിക്ക് സ്വന്തം. ഒരുപാട് പരിശ്രമിച്ചതാണ് അവനൊന്ന് തൻ്റെ വലയിൽ വീഴ്ത്താൻ. പക്ഷെ സാധിച്ചില്ല. ആദ്യമൊക്കെ സൗഹൃദം എന്ന് അവൻ ധരിച്ചു. പക്ഷേ പതിയെ അതിൻ്റെ ഭാവം മാറുന്നതറിഞ്ഞപ്പോൾ അവൻ തന്നിൽ നിന്ന് അകലം പാലിച്ചു. താൻ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൻ അകന്നകന്നു പോയി. അന്നേ മനസ്സിലുറപ്പിച്ചതാണ്, എന്ത് വില കൊടുത്തും അർജുനെ താൻ സ്വന്തമാക്കുമെന്നും. അത് സാധിച്ചു. മതി, ഇത് മതി. ഓരോന്നോർത്തിരിക്കവേ താഴെ അച്ഛൻ്റെ കാർ വന്നു നിന്ന് ശബ്ദം കേട്ട് അവൾ ചാടി എഴുന്നേറ്റു. അച്ഛൻ വന്നെന്ന് തോന്നുന്നല്ലോ. ജാതകം നോക്കിയിട്ട് എന്താണാവോ പറഞ്ഞത്? നിശ്ചയത്തിനുള്ള ദിവസം എന്നാണാവോ തീരുമാനിച്ചത്? എന്തായാലും ഗ്രാൻഡ് ആയിരിക്കണം, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ താഴേക്ക് ചെന്നു. വാതിൽ കടന്ന് അല്പം ഗൗരവത്തോടെ രാഘവൻ അകത്തേക്ക് വന്നു. രാഘവൻ്റെ ഭാര്യ രേഖയും അവിടേക്ക് വന്നു. പോയ കാര്യം എന്തായി അച്ഛാ? എന്നത്തേക്കാ ഡേറ്റ് കുറിച്ചിരിക്കുന്നത്? സൺഡേ തന്നെ കിട്ടിയില്ലേ എൻഗേജ്മെൻറ്റിന്? എന്നാലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പങ്കെടുക്കാൻ പറ്റും. എന്തായാലും നല്ല ഗ്രാൻഡായി തന്നെ നടത്തണം. എല്ലാവരും എൻ്റെ കല്യാണം കൂടെ കാത്തിരിക്കുക, അടിച്ചു പൊളിക്കാൻ, നീതു ആവേശത്തോട് പറഞ്ഞു. പക്ഷേ അയാൾ ആർക്കും മുഖം കൊടുക്കാതെ സോഫയിൽ ചെന്നിരുന്ന് അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമി. അത് കണ്ട് നീതുവിൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു. രേഖയുടെ നെറ്റിച്ചുളിഞ്ഞു. എന്തുപറ്റി രഘുവേട്ട വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാതകം നോക്കിയിട്ട് ജോസിലെന്താ പറഞ്ഞത്? രേഖ ചോദിച്ചു. അത് പിന്നെ ഈ വിവാഹം നടത്തുന്നതിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടതും നീതുവിൻ്റെ ദേഷ്യം വന്നു. വാട്ട്? എന്ത് ദോഷം? എന്തായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി അർജുനെ. എനിക്ക് അവനെ തന്നെ വേണം, അവൾ വാശിയോട് പറഞ്ഞു. അവനെ വിട്ടുകളയാൻ എനിക്കും മനസ്സില്ല മോളെ. പക്ഷേ പ്രശ്നം അതല്ല. അവൻ്റെ ജാതകപ്രകാരം അവൻ ആദ്യ ഭാര്യ വാഴില്ല എന്നാ ജോസി പറഞ്ഞത്. അത് കേട്ടതും ഇരുവരും ഞെട്ടി. ഈശ്വര, നേരാണോ ഏട്ടനീ പറഞ്ഞത്? രേഖ ഭീതിയോട് ചോദിച്ചു. അതെ, അവൻ ആദ്യ ഭാര്യ വാഴില്ല എന്നത് സത്യമാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ആ പെണ്ണ് മരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യോ, ആണോ? എൻ്റെ ഈശ്വര, മോളെ നമുക്ക് ഈ ബന്ധം വേണ്ട, രേഖ പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അമ്മയെ നോക്കി. എന്ത്? ഈ ബന്ധം വേണ്ടെന്നും? ഇല്ല, അർജുനെ എനിക്ക് വേണം. അവൻ വേണു എന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? അവനെ കിട്ടി 1 വർഷത്തിനുള്ളിൽ നീ മരിച്ചു പോയാൽ എന്തു ചെയ്യേടി? ചാവാൻ വേണ്ടിയാണോ നീ അവനെ സ്നേഹിച്ചത്? അല്ലല്ലോ, ഒരുമിച്ച് ജീവിക്കാനല്ലേ. ചത്തുപോയാൽ പിന്നെ നിനക്കതിന് കഴിയുമോ? ഇല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്, രേഖ പറഞ്ഞു. ഇല്ല അമ്മേ, എന്തൊക്കെ ആയാലും ശരി, അർജുനെ നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും, വാശിയോട് പറഞ്ഞുകൊണ്ട് നീതു മുറിയിലേക്ക് പോയി. വണ്ടിയിലിരിക്കുമ്പോഴും പത്മാകെ സങ്കടത്തിലായിരുന്നു. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ദേവ് ചോദിച്ചു. വിഷമിക്കാതെ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടാ അവൻ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത്? എന്നിട്ടിപ്പോൾ ഇത് കേൾക്കേണ്ട താമസം. ഇനി കല്യാണമേ വേണ്ടെന്നായിരിക്കും അവൻ പറയാൻ പോകുന്നത്. എൻ്റെ അമ്മയെ, അങ്കിൾ പറഞ്ഞത് അമ്മ കേട്ടതല്ലേ? വീട്ടിലെത്തി നീതുവിനോട് അദ്ദേഹം സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. തൽക്കാലം ഈ വിവരം ആരോടും പറയണ്ട. ഈ മാസം കഴിഞ്ഞതിന് ശേഷം കല്യാണം നോക്കിയാൽ മതിയെന്ന് ജോസി പറഞ്ഞെന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ദേവ് പറഞ്ഞു. പത്മാവതി മൗനമായി പുറത്തേക്ക് നോക്കിയിരുന്നു. വിഷ്ണുവിൻ്റെ അസുഖമൊക്കെ മാറി ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നറിഞ്ഞത് കൊണ്ട് അഞ്ജലി അവനെ കാണാനായി ആശുപത്രിയിലെത്തി. വാതിലിൽ തട്ടിയതും അനിൽ വന്ന് വാതിൽ തുറന്നു. ആഹാ, ഇതാര്? അഞ്ജലിയോ? വാ. അവൾ അകത്തേക്ക് കയറി. കട്ടിലിലിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവിടെ പ്രായമായ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മനസ്സിലായോ ഇത് ആരാണെന്ന്? അനിൽ ചോദിച്ചു. ഇല്ല. ഇതാണ് അഞ്ജലി. ഈ കുട്ടിയാ ഇവനെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ച് രക്ഷിച്ചത്. അത് കേട്ടതും ആ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. ഒത്തിരി നന്ദിയുണ്ട് മോളെ. മോളെന്താ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ. അവർ അവളുടെ കൈ പിടിച്ച് കരഞ്ഞു. അയ്യോ അമ്മ, എന്തേത്? ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു കൂടെപ്പിറപ്പിനോ സുഹൃത്തോ ആണ് ഈ അവസ്ഥയിലെന്ന് ചിന്തിച്ചപ്പോൾ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതിന് നന്ദി പറച്ചിലൊന്നും വേണ്ട. അമ്മയുടെ മകളായിട്ട് കണ്ടാൽ മതി എന്നെ, അവൾ പറഞ്ഞു. അമ്മ കണ്ണു തുടച്ചു. വിഷ്ണുവിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ടിയെടുത്ത് റോഡിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അവനൊന്ന് ചിരിച്ചു. അപ്പോൾ അർജുനും സിസ്റ്ററും അവിടേക്ക് വന്നു. അവളെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. അവൾ പക്ഷെ മുഖം കുനിച്ച് മാറി നിന്നു.
വിഷ്ണുവിന് ഇപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല ഡോക്ടർ. അർജുൻ അവനെ പരിശോധിച്ചു. ഓക്കെ, വിഷ്ണുവിന് ഇന്ന് വീട്ടിൽ പോകാം. പിന്നെ വീട്ടിൽ പോയാലും ഒരാഴ്ച പുറത്തോട്ടൊന്നും അധികം പോകണ്ട. കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ 2 ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണിക്കണം. ശരി ഡോക്ടർ. പ്രിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ എഴുതി സിസ്റ്ററെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ പുറത്തേക്ക് നടന്നു. ഇടയ്ക്ക് തലചരിച്ച് അവളെ ഒന്ന് നോക്കി. അവൾ പക്ഷേ മുഖം തിരിച്ചു. മോളെ ഇരിക്കെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞു. ഏയ് വേണ്ട അമ്മേ, എനിക്ക് ഉടനെ പോകണം. ഉടനെ ഡിസ്ചാർജ് ആവുമെന്ന് കേട്ടപ്പോൾ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് കോളേജിൽ നിന്ന് നേരെ വന്നതാ. ഇവിടെ വരുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനെത്താ കുറച്ച് വൈകിയാൽ മതി. അമ്മയ്ക്ക് ആവലാതിയാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. വരട്ടെ. ആരോഗ്യമൊക്കെ നോക്കിക്കോണം. ശരി. അവരോട് യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. സമയം നോക്കി. മണി 6 കഴിഞ്ഞിരിക്കുന്നു. ഓ, ലേറ്റായല്ലോ. ഇനി ബസ് കിട്ടുമോ ആവോ? അവൾ വേഗം നടന്നു. പെട്ടെന്ന് മുന്നിൽ കുറച്ച് അകലെയായി ഒരു ബൈക്ക് വന്നു നിന്നു. ഹെൽമെറ്റ് വെച്ചതിനാൽ അത് ആരാണെന്ന് മനസ്സിലായില്ല. അയാൾ അവൾക്ക് നേരെ തലചിരിച്ചു. അവൾ സംശയത്തോടെ നോക്കി. അയാൾ ഹെൽമെറ്റ് ഊരി മാറ്റി. അയാളെ കണ്ടതും അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അജയ്! അവൾ ഭീതിയോട് പറഞ്ഞതും അവൻ ചിരിച്ചു. ഹായ് അഞ്ജലി, എന്തൊക്കെയുണ്ട് വിശേഷം? അവൾ പേടിയോടെ അവനെ നോക്കി. പിന്നെ വേഗം തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടവേ പെട്ടെന്ന് മുന്നിൽ ബൈക്ക് വന്നു നിന്ന് അവൾ പേടിയോടെ പിന്നോട്ട് വീണു. അവൾ പേടിയോടെ പിറകോട്ട് നീങ്ങി. അവൻ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അരികിലേക്ക് വന്നു. എന്തിനഞ്ചു നീ ഇങ്ങനെ പേടിച്ചോടുന്നത്? ഓടിയാൽ തന്നെ എത്ര വരെ ഓടുന്നേ? അത് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നെ വിട്, എനിക്ക് പോകണം. അവൾ കുതറാൻ ശ്രമിച്ചു. അവൻ പക്ഷേ പിടിമുറുക്കി. നീ എന്നിട്ട് തന്തയും എന്താടി കരുതിയത്? ഞാൻ എല്ലാ കാലവും ജയിലിൽ കിടക്കുമെന്നോ? ഞാൻ കണ്ടെത്താതിരിക്കാനല്ലേ അങ്ങേര് ഇത്രയും ദൂരെ ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്. പക്ഷെ ഈ അജയുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് നീ എന്നിട്ട് തന്തി ഒരിക്കൽ കരുതണ്ടേ? നീയൊക്കെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കൂ ഈ അജയ്. അവൻ രോഷത്തോടെ പറഞ്ഞു. അജ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. അവൾ കരഞ്ഞുകൊണ്ട് കേണം. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് നിന്നോട് നിന്റെ തന്തിയോട് ഞാൻ പറഞ്ഞതാ. ആ ആവശ്യത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. അത് നടക്കില്ലെന്ന് നിന്നോട് അന്നേ ഞാനും അച്ഛനും പറഞ്ഞതല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? നീ എൻ്റെ മുറപ്പെണ്ണ. എനിക്ക് അവകാശപ്പെട്ടതാ നിന്നെ. ആ അവകാശം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിന്നങ്ങനെ ഒരുത്തനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അജയ്, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ വിവാഹം കഴിക്കാമെന്ന് നീ കരുതണ്ട. അത് ഈ ജന്മം നടക്കില്ല. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ പിടിച്ചു. പണം മോളെ, ആഗ്രഹിച്ച് നേടിയെടുക്കാൻ ഈ അജയ് ആരും പഠിപ്പിക്കണ്ട. നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാനും എനിക്കറിയാം. ഇനി നിന്നെ സ്വന്തമാക്കണമെന്ന ആശയമായി ആരെങ്കിലും വന്നാൽ അവന് പരലോകത്തേക്ക് കടക്കാനും മടിക്കില്ല ഈ അജയ്. പെട്ടെന്ന് മുന്നിലൊരു വണ്ടി വന്നു നിന്നു. ഇരുവരും വണ്ടിയിലേക്ക് നോക്കി. ഡോർ തുറന്നിറങ്ങിയ അർജുനെ കണ്ടതും അഞ്ജലിക്ക് കുറച്ച് ആശ്വാസം തോന്നി. അവൻ രൂക്ഷമായി അജയെ നോക്കി. ഇവിടെ അവളെ അത് പറയാൻ നീ ആരാടാ? വഴിപോക്കർ അവരുടെ കാര്യം നോക്കി പൊക്കണം. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, അത് ഞങ്ങൾ തീർത്തോളാം. അത്രയും പറഞ്ഞതും അർജുൻ കൈ ചുരുട്ടി അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ്റെ ഷർട്ടിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. വഴിപോക്കനാണെങ്കിലും ചെറ്റത്തരം കാണിക്കുന്നത് കണ്ടാൽ മിണ്ടാതെ നിൽക്കാൻ ഈ അർജുൻ പഠിച്ചിട്ടില്ല. ബന്ധമായാലും സ്വന്തമായാലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറണം. ഇല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കാൻ ഇവിടുത്തെ ആണുങ്ങൾക്കറിയാം, അർജുൻ പറഞ്ഞു. അർജുൻ രൂക്ഷമായി അവനെ നോക്കി. ഡാ! അവൻ അടിക്കാൻ കൈ ഉയർത്തിയതും അർജുൻ കൈകൊണ്ട് അത് തടുത്തു. വലം കൈ ചുട്ടി അവൻ്റെ വയറ്റിന് തടിക്കും നല്ല 2 കൊടുത്തു. അവൻ നിലവിളിച്ചുകൊണ്ട് മാറുന്ന. ഇതോർമ്മ വേണം, താക്കിയതോടെ പറഞ്ഞ് അവൻ അഞ്ജലിയെ നോക്കി. നീ വണ്ടിയിൽ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. അവൾ അജയെ നോക്കി. പിന്നെ ബാഗ് എടുത്ത് വണ്ടിയിൽ കയറി. അർജുൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് അകന്നു പോകുന്നത് നോക്കി അജയ് അവിടെ തന്നെ നിന്നു. കുറച്ചു സമയം ഇരുവരും ഒന്നും മിണ്ടാതെ മൗനമായി. ആരാ അവൻ? നിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. മൗനം ഭേദിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. മുമ്പ് പറഞ്ഞിരുന്നല്ലോ അമ്മയുടെ ഒരു ആങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മകനാ. അച്ഛനെ പോലെ താൻ തോന്നിയ. നാട്ടിലെ റൗഡുകളുമായിട്ടാണ് കൂട്ട്. ഗുണ്ടായസമാണ് മെയിൻ ജോലി. അടിപിടിയും കൊലപാതകവും ഒക്കെ ഉണ്ട്. പലതവണ ജയിലിലും കിടന്നിട്ടുണ്ട്. എന്നെ കല്യാണം കഴിക്കണം, അതാണ് അയാളുടെ ആവശ്യം. അതിൻ്റെ പേരിൽ എന്നും വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമായിരുന്നു. ഒരു കേസിൽപ്പെട്ട് 4-5 വർഷം ജയിലിലായതോടെ രക്ഷപ്പെട്ടെന്ന് കരുതിയതാ. അവൻ ഇറങ്ങും മുമ്പ് അവൻ്റെ കണ്ണെത്താത്ത എവിടേക്കെങ്കിലും പോകണമെന്ന് കരുതിയാ അച്ഛൻ ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയതും വീട് വാങ്ങിയതും ഒക്കെ. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തി. ഇനി എന്താവുമെന്നും എനിക്കറിയില്ല. അവൾ അല്പം ആശങ്കയോടെ പറഞ്ഞു. അവനെല്ലാം മൂളി കേട്ടു.
വണ്ടി വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു. പതിവ് പോലെ അവളെയും നോക്കി വരാന്തയിൽ തന്നെ ശകുന്തള നിൽപ്പുണ്ടായിരുന്നു. പതിവില്ലാതെ ഒരു വണ്ടി കണ്ട് അവരൊന്ന് അന്താളിച്ചു. തൽക്കാലം അവനെ കണ്ടതും പ്രശ്നമുണ്ടായതൊന്നും ഇപ്പം പറയാൻ നിൽക്കണ്ട, അവൻ പറഞ്ഞു. അവൾ ഒവ്വെന്ന് തലയാട്ടി. ഡോർ തുറന്ന് അർജുനും അഞ്ജലിയും ഇറങ്ങി. അല്ല, ഇതാര്? അർജുൻ മോനോ? അല്ല, ഇവളിങ്ങനെ മോൻ്റെ കൂടെ വന്നു? അത് ആൻറ്റി, അഞ്ജലി പറഞ്ഞാലല്ലോ അന്നൊരു ആക്സിഡൻറ്റ് കേസുമായിട്ട് ഇവൾ ഹോസ്പിറ്റലിൽ വന്ന കാര്യം. അവനെ കാണാൻ അഞ്ജലി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, അതേതായാലും നല്ല. മോനെ ഇരിക്കുക, കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. അയ്യോ, ഇപ്പോൾ ഒന്നും വേണ്ട ആൻറ്റി, ഒരു കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കുടിക്കാതെ. സമയമില്ലാത്തതുകൊണ്ട് ആൻറ്റി, പിന്നെ ഒരു ദിവസം ആകാം. ഞാൻ ഏതായാലും ചെല്ലട്ടെ. അവരോട് യാത്ര പറഞ്ഞ് അവൻ ചെന്ന് വണ്ടിയിൽ കയറി. വണ്ടി അകന്നു പോകുന്നത് നോക്കി അവൾ വരാന്തയിൽ തന്നെ നിന്നു. രാത്രി അത്താഴം കഴിച്ച് ഹാൾമുറിയിലിരിക്കുകയായിരുന്നു ദാസനും ശകുന്തളയും. അപ്പോൾ അഞ്ജലി പരിങ്ങിക്കൊണ്ട് അവിടേക്ക് വന്നു. അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇരുവരും അവളെ നോക്കി. എന്താ മോളെ? ഇന്ന് വൈകിട്ട് ഒരു സംഭവം ഉണ്ടായി. എന്ത്? ഞാനൊന്ന് പറഞ്ഞില്ലേ, വണ്ടി ഇടിച്ച ഒരാളെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയ കാര്യം. ആ, അർജുൻ്റെ ആശുപത്രിയിൽ അല്ലേ അർജുൻ്റെ ആശുപത്രിയിലല്ലേ നീ അയാളെയും കൊണ്ട് പോയത്? അതെ, ഇന്ന് ഞാൻ അയാളെ കാണാൻ പോയിരുന്നു. അസുഖമൊക്കെ മാറിയെന്നറിഞ്ഞതുകൊണ്ട് പോയതാ. ആ, ഞാനത് പറയാൻ വിട്ടു. വൈകിയതുകൊണ്ട് അർജുൻ മോന ഇവളിവിടെ കൊണ്ടുവിട്ടത്. ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, വേഗം തന്നെ പോയി കളഞ്ഞു. ശകുന്തള പറഞ്ഞു. ഓ ആണോ? അതേതായാലും നന്നായി. ഇത് പറയാനാണോ നീ ഇത്ര ടെൻഷൻ അടിച്ചത്? അതല്ല അച്ഛാ, വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതുകൊണ്ടാണ് അർജുവേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. വേറെ എന്ത്? ഇരുവരും മനസ്സിലാവാതെ ചോദിച്ചു. വരും വഴി ഞാനൊരാളെ കണ്ടു. ആരെ? അത് അജയ്. ആ പേര് കേട്ടതും ഇരുവരും ഞെട്ടി ചാടി എഴുന്നേറ്റു. എന്ത്? അജയോ? അതെ. അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇരുവരും തളർന്നിരുന്നു. അവനപ്പോൾ ഇവിടെ എത്തി. ഇനി ഏത് നിമിഷവും ഈ വീട്ടിലേക്ക് അവൻ കയറി വന്നേക്കാം. ദാസൻ ഭീതിയോടെ പറഞ്ഞു. ദാസേട്ടാ, നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ശകുന്തള കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ വിഷമിക്കാതിരിക്കെ, ഞാൻ അനന്തരം ഒന്ന് കാണട്ടെ. ഇത് അവൻ്റെ നാടാ, അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല, അയാൾ പറഞ്ഞു. പിന്നെ അഞ്ജലിയെ നോക്കി. മോള് വിഷമിക്കണ്ട, എല്ലാം അച്ഛൻ നോക്കിക്കോളാം, അയാൾ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ദാസേട്ടാ, അവളുടെ പഠിത്തം കഴിയുന്നത് വരെ കാത്തിരിക്കുകയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് അവൾ വിവാഹം നടത്തണം, എന്നാലും ശരിയാകും, ശകുന്തള പറഞ്ഞു. അയാൾ മുഖമുയർത്തി ഭാര്യയെ നോക്കി. പറയാൻ എളുപ്പമാണ്, പക്ഷേ അവളെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അതും പറഞ്ഞ് ശകുന്തള എഴുന്നേറ്റ് നടന്നു. ദാസൻ എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. രാഘവനും രേഖയും ഹാൾമുറി തലപുകഞ്ഞ ആലോചനയിലായിരുന്നു. നീതു അവിടേക്ക് വന്നു. അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ കൂളായി ചോദിച്ചു. പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ലേ? ആനന്ദനോടും പത്മാവതിയോടും എന്ത് പറയണമെന്ന് ആലോചിച്ചിരിക്കുക ഞാൻ, രാഘവൻ പറഞ്ഞു. ഇതിനാലോചിക്കാനൊന്നുമില്ല, അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞോ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. അത് കേട്ടതും ഇരുവരും ഞെട്ടി. നീ എന്താ മോളെ, അവൻ്റെ ജാതകദോഷത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞതല്ലേ? അറിഞ്ഞുകൊണ്ട് നിന്നെ കുരുതി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല, രേഖ തറപ്പിച്ച് പറഞ്ഞു. അത് കേട്ടതും നീതുവിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. എന്ന് അലറിക്കൊണ്ട് അവൾ ഫ്ലവർ വേസ് എടുത്ത് രേഖയുടെ നേരെ എറിഞ്ഞു. രേഖ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. രാഘവൻ വന്ന് വേഗം അവൾ പിടിച്ച് മാറ്റി. ഇരുവരും ഭീതിയോടെ മകളെ നോക്കി. എൻ്റെ ഇഷ്ടം നടക്കില്ലെന്ന് പറയും നിങ്ങളാരാ? എനിക്ക് അർജുനെ വേണം. അതിന് ജാതകദോഷം എന്നല്ല, ആകാശം ഇടിഞ്ഞു വീണാലും എനിക്ക് പ്രശ്നമല്ല. അച്ഛൻ ഇന്ന് തന്നെ അവർ വിളിച്ച് പറഞ്ഞോണം എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന്, ഇല്ലെങ്കിൽ അറിയാലോ എന്നാ നിങ്ങൾക്ക്. താക്കീതോടെ അവരെ നോക്കി പറഞ്ഞ് അവൾ നടന്നു. രേഖ നെഞ്ചിൽ കൈവച്ച് കിതച്ചു. രാഘവേട്ട, അവൾ പറഞ്ഞത് കേട്ടില്ലേ? ആ വിവാഹം നടത്തണമെന്നും അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ അവൾ നമ്മളിങ്ങനെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞേക്കുന്നത്? അവൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിലും ഇത് തന്നെയാകും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അവരൊരു സമ്മതമാണെന്ന് പറയാൻ പോവുകയാണോ? അറിഞ്ഞുകൊണ്ട് നമ്മുടെ മകളെ ഒരു പരീക്ഷണ വസ്തു ആക്കണം. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, വിവാഹം നടന്നാലല്ലേ പ്രശ്നമുള്ളൂ. ആദ്യം അവിടെ വരെ നിർത്തട്ടെ, ഇലയ്ക്കും മുള്ളിനും കേട്ടില്ലാത്തേ ഇതിനൊരു പരിഹാരം കാണും നമുക്ക്, അയാൾ പറഞ്ഞു. ഫോണിരിക്കുന്ന ശബ്ദം കേട്ട് പത്മാവതി ചെന്ന് ഫോണെടുത്ത് നോക്കി. രാഘവൻ്റെ പേര് കണ്ടതും അവരുടെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു.
ഈശ്വര, രാഘവേട്ടനാണല്ലോ. എന്താണാവോ പറയാൻ പോകുന്നത്? അവർ ഭീതിയോടെ ഓർത്തു. ഏതായാലും ഫോൺ എടുക്കാം. പത്മാവതി ഫോൺ എടുത്തു. ഹലോ ഹലോ പത്മാവതി, ഇത് ഞാനാ, രാഘവൻ. മനസ്സിലായി, പറഞ്ഞോളൂ. വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് നീതു എന്താ പറഞ്ഞത്? അത് പിന്നെ അവളുടെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്തൊക്കെയായാലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് അവളുടെ തീരുമാനം. അർജുനല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ വന്നാൽ ജീവിച്ചിരിക്കില്ല അത്ര. അവളുടെ വാശി അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. അത് കേട്ടതും പത്മാവതിക്ക് സന്തോഷമായി. പിന്നെ ജോത്സ്യം പറഞ്ഞതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഈ വിവാഹം നമുക്ക് നടത്താം. ഉടനെ തന്നെ നിശ്ചയത്തിലുള്ള ഒരു ഡേറ്റ് നോക്കണം. പിന്നെ കല്യാണം ഉടനെ തന്നെ നടത്തണം. ശരി, ഞാൻ അനന്തേട്ടനോട് പറയാം രാഘവേട്ടനെ വിളിക്കാൻ പത്മാവതി സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ പിന്നെ ജോത്സ്യം പറഞ്ഞ കാര്യം അത് നമ്മളല്ലാതെ മറ്റാരാ അറിയണ്ട. ശരി, എന്നാൽ ശരി. അതും പറഞ്ഞ് ഇരുവരും ഫോൺ കട്ട് ചെയ്തു. ഇനിയാണ് കളി. ഈ രാഘവൻ്റെ കളി നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അയാൾ വെറിയോടെ ചിരിച്ചു. തുടരും.